ഹൈസ്കൂൾ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരു കൊല നടന്നു. കൊല നടക്കുന്ന ടൈമിൽ ആ ക്ലാസ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ കുട്ടികളും പി.ടിക്ക് പോയായിരുന്നു. അപ്പോൾ ഈ കൊല നടത്തിയത് ആരാണ്, എന്തിനു വേണ്ടിയാണ് ചെയ്തത്, ഇതെല്ലാം ഹീറോയും ഹീറോയിനും കൂടി വെറും 40 മിനിറ്റ് കൊണ്ട്, അതായത് പി.ടി പീരീഡ് കഴിഞ്ഞ് സ്റ്റുഡൻസ് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പായി കണ്ടുപിടിക്കുന്നു. അപ്പോൾ അവരെങ്ങനെയാണ് ഈ കൊലയാളി കണ്ടുപിടിച്ചതെന്ന് നമുക്ക് ഈ മൂവിയിലൂടെ കാണാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്ലാസ് റൂം കാണിക്കുന്നു. ഈ ക്ലാസ്സിലാണ് ഹീറോ പഠിക്കുന്നത്. ഹീറോ ആണ് ആ സ്കൂളിലെ ടോപ്പർ. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനും പ്രിൻസിപ്പലിനും ഒക്കെ വലിയ കാര്യമായിരുന്നു. ഇതേ ക്ലാസ്സിൽ തന്നെയാണ് ഹീറോയിനും പഠിക്കുന്നത്. എന്നാൽ ഹീറോയിന്റെ മുഖമാണെങ്കിൽ സ്കൂളിലെ ആരും തന്നെ നന്നായി കണ്ടിട്ടുണ്ടാവില്ല. കാരണം അവൾ ഫുൾ ടൈം ഇതുപോലെ മുടി മുഖത്തേക്കിട്ടാണ് നടക്കുന്നത്. അതുമല്ല ഇവൾക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ല. ഇപ്പോൾ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടീച്ചറിന്റെ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികളും ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നു. എന്നാൽ ഹീറോയിനാണെങ്കിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റിന്റെ ഇടയിൽ ഒരു നോവൽ ബുക്ക് വെച്ച് അതും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹീറോ ഇത് കാണുകയുണ്ടായി. എന്നാൽ ഇവൾ വായിക്കുന്നത് ഒരു സാധാരണ നോവലല്ല, മറിച്ച് ക്രൈം നോവൽസ് ആയിരുന്നു. ഇവളാണെങ്കിൽ ആരുമായി അധികം സംസാരിക്കാറില്ല. എപ്പം നോക്കിയാലും ഇങ്ങനെയുള്ള ബുക്കുകൾ വായിച്ചു കൊണ്ടിരിക്കലാണ്. അപ്പോൾ ഹീറോയിൻ വായിക്കുന്ന നോവലിൽ അവൾ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ കുടിക്കുന്ന ഡ്രിങ്ക്സിൽ ആരോ വിഷം കലർത്തിയിരുന്നു. അയാൾ ഡ്രിങ്ക്സ് കുടിച്ച ഉടനെ നൊരയും പതയും വന്ന് ഓൺ ദ സ്പോട്ടിൽ മരിക്കുന്നു. പോലീസിന് ഇതിൽ എന്ത് വിഷമാണ് കലർത്തിയെന്ന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. അവൾ ഇതെങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് എന്തോ ബഹളം കേൾക്കുന്നു. ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്ക് ബെഞ്ചിലിരുന്ന ഒരു കുട്ടി ഹീറോയിൻ നോവലിൽ വായിച്ച മാതിരി വായിൽ നിന്ന് നൊരയും പതയും വന്നിട്ട് ആ കുട്ടി താഴെ വീഴുകയാണ്. ഇത് കണ്ട് കുട്ടികളെല്ലാം കൂടി അവൻ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നു. ഇതേ ടൈം ക്ലാസ്സിലെ ബഹളം കേട്ട് അടുത്ത ക്ലാസ്സിൽ കൊറിയൻ ലാംഗ്വേജ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറാണെങ്കിൽ ഓടി വരുന്നു. സംഭവം കണ്ട് ടീച്ചർ ആണെങ്കിൽ ഹീറോയുടെ ആംബുലൻസിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ആ കുട്ടിയെ ശുശ്രൂഷിക്കുന്നു. എല്ലാ കുട്ടികളും ഇവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വളരെ ഭയന്ന് നിൽക്കുകയാണ്. എന്നാൽ ഹീറോയിനാണെങ്കിൽ ഒരു ക്യാമറ എടുത്ത് ആ കുട്ടി നൊരയും പതയും വന്ന് താഴെ കിടക്കുന്നത് ഫോട്ടോ എടുക്കുന്നു. ഇതേ സമയം ക്ലാസ് റൂമിലേക്ക് മറ്റൊരാൾ കയറി വരുന്നു. അവൻ ടീച്ചറല്ല, ഈ സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അവനാണെങ്കിൽ അവശയായി കിടക്കുന്ന കുട്ടിയെ കൂടുതൽ ഗൗനിക്കാതെ ഇംഗ്ലീഷ് ടീച്ചറിനോട് കുശലം ചോദിച്ചറിയുകയാണ്. ആ ടൈമിൽ വയ്യാണ്ട് കിടക്കുന്ന കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഹൂൻ താഴെ കിടക്കുന്ന ഒരു ബോട്ടിൽ കാണുകയുണ്ടായി. ഈ ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ കുഴങ്ങി വീണത്. അപ്പോൾ അതിലെന്തോ ഉള്ളതായി ഹൂനിന് മനസ്സിലാകുന്നു. ഇതിനുശേഷം ആംബുലൻസ് വന്നിട്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സീൻ അവിടെ കട്ടാവുകയാണ്. അടുത്തതായി കാണിക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ക്ലാസ് റൂമിലെ രംഗമാണ്. അവിടെ കുട്ടികളെല്ലാം അന്ന് നടന്ന സംഭവത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ഹീറോയിൻ ആണെങ്കിൽ അവൾ അന്ന് ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഹീറോ ഗ്രൗണ്ടിൽ ജോഗിങ് ചെയ്യുന്നു. ഹീറോയുടെ കൂടെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടുമുണ്ട്. ഹീറോ സ്കൂളിലെ ടോപ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പെമ്പിള്ളാർ ഹീറോയുടെ പിറകെ നടക്കുന്നു. എന്നാൽ ഹീറോ ആണെങ്കിൽ ആ പെമ്പിള്ളാരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഈ അവസരം മുതലാക്കി ഫ്രണ്ട് ആണെങ്കിൽ ഗോൾ അടിക്കാൻ നോക്കുന്നു. അതായത് പെമ്പിള്ളാരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് അവന്റെ നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വിളിച്ചോളാനെന്ന് പെൺകുട്ടികളോട് ഫ്രണ്ട് പറയുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ഹീറോയിൻ ബുക്സ് എടുക്കാനായി ലൈബ്രറിയിലേക്ക് വന്നിരിക്കുന്നു. ഈ സ്ത്രീയാണ് ലൈബ്രറിയുടെ ഇൻചാർജ്. അപ്പോൾ ലൈബ്രറിയിൽ ഹീറോയിനോട് ചോദിക്കുകയാണ്, നീ ഇത്ര പെട്ടെന്ന് ഈ ബുക്സ് വായിച്ചു കഴിഞ്ഞോ? നിനക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണോ ക്രൈം നോവൽസ് ഒക്കെ? ഇത് മാത്രം വായിക്കാതെ മറ്റ് പെൺകുട്ടികളെ പോലെ റൊമാൻറ്റിക് നോവൽസും കൂടെ വായിക്കാനെന്ന് അവർ ഹീറോയിനെ ഉപദേശിക്കുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നു, അതൊക്കെ വിട്ടേരെ, അന്ന് ആ കുട്ടിക്ക് ആരാണ് വിഷം നൽകിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഹീറോയിൻ അവരോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം ഹീറോയിനെ പോലെ അവർക്കും ക്രൈം നോവൽസിനോടാണ് കൂടുതൽ ഇഷ്ടം. അത് ഹീറോയിൻ അറിയാം. ഇത് കേട്ട് ലൈബ്രറിയും പറയുന്നു, അതെനിക്കറിയില്ല, നിന്റെ ബാക്കിൽ നിൽക്കുന്ന ആളോട് ചോദിച്ചാൽ ഒരു പക്ഷെ അതിനുള്ള ഉത്തരം കിട്ടും. ഹീറോയിൻ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഓനിന്റെ ഫ്രണ്ടായ അന്ന് വിഷം കുടിക്കുകയുണ്ടായ ആ കുട്ടി അവളുടെ ബാക്കിൽ നിൽക്കുന്നു. അവനാണെങ്കിൽ ഇവളെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഹീറോയിൻ ഒരൽപ്പം പോലും ഭയപ്പെട്ടിട്ടില്ല. അവൾ പേടിക്കാതെ വടി പോലെ നിൽക്കുന്നത് കണ്ട് ആ കുട്ടി തന്നെ ആശ്ചര്യപ്പെടുന്നു. കാരണം വേറെ വല്ല പെൺകുട്ടികളുമായിരുന്നെങ്കിൽ അലറി വിളിച്ചേനെ. എന്നാൽ ഇവളാണെങ്കിൽ ഒരു ഭയവും ഇല്ലാതെ നിൽക്കുന്നു. ഹീറോയിൻ അവന്റെ അസുഖ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ഹീറോയുടെ ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചറില്ല. അപ്പോൾ കുട്ടികളെല്ലാം അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഹൂനാണെങ്കിൽ മോശമായി ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. ഇത് കണ്ട് ആ പെൺകുട്ടി അവനോട് ആവശ്യപ്പെടുന്നുണ്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാനെന്ന്. എന്നാൽ ഹൂൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ബാക്കി ആൺകുട്ടികളെയും ആ ഫോട്ടോ കാണിച്ചിട്ട് രസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഹീറോ എഴുന്നേറ്റ് ഹൂനിന്റെ അടുത്ത് വന്നിട്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാനെന്ന് ഹൂനിനോട് ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് ഹൂൻ ചോദിക്കുവാണ്, ഞാൻ എന്തിനു ഡിലീറ്റ് ചെയ്യണം?
താമസിക്കാതെ രണ്ടുപേരും ക്ലാസ് റൂമിൽ വെച്ച് നല്ല ഫൈറ്റ് ഉണ്ടാകുന്നു. ഇതേ ടൈം ക്ലാസ് റൂമിലേക്ക് കയറി വന്ന ക്ലാസ് ടീച്ചർ ഈ ഫൈറ്റ് കാണുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ടീച്ചർ രണ്ടുപേർക്കും നല്ല പണിഷ്മെന്റ് കൊടുത്തു. അതായത് രണ്ടുപേരും കൂടി ചേർന്ന് ക്ലാസ് റൂം വൃത്തിയാക്കണം. അത് മാത്രമല്ല ഹൂനിനിട്ട് ക്ലാസ് ടീച്ചർ നല്ല അടിയും കൊടുത്തു. പക്ഷേ ഹീറോയെ ഒന്നും ചെയ്യുന്നില്ല. കാരണം അവൻ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ടീച്ചറിന് അവനെ വലിയ കാര്യമായിരുന്നു. അങ്ങനെ സ്കൂൾ ടൈം കഴിഞ്ഞ് ഹീറോ വീട്ടിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഒളിഞ്ഞു നോക്കുന്നത് കാണുന്നു. ഇവനിത് എന്താണെന്ന് നോക്കുന്നതെന്ന് അറിയാനായി ഹീറോ ചെന്ന് കാര്യം തിരക്കിയപ്പോൾ ഹീറോയിന്റെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവളുടെ മുഖം കാണാനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അവൻ മറുപടി നൽകി. അപ്പോൾ ഹീറോയും അവളുടെ മുഖം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഹീറോയും അതുപോലെ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹീറോയിനെ കാണുന്നു. അവളുടെ മുഖം കണ്ടതും ഹീറോ ആശ്ചര്യപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് അന്ന് നൈറ്റിൽ ഹൂൻ ഫ്രണ്ട്സുമായി എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ അവന്റെ ഒരു ഫ്രണ്ട് പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നു. ഇത് കണ്ട ഹൂനിന് മറ്റൊരാൾ ഇതുപോലെ വീഡിയോ എടുക്കുന്നതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ വളരെ അപ്സെറ്റ് ആയ ഹൂൻ ആണെങ്കിൽ അവന്റെ കൈയിലിരുന്ന ബോട്ടിലെടുത്ത് ഫ്രണ്ടിന്റെ തലക്കിട്ടടിക്കുന്നു. ഇതെന്താണ് സംഭവമെന്ന് ഇവിടെ വ്യക്തമാകുന്നില്ല. അടുത്തതായി കാണിക്കുന്നത് അടുത്ത ദിവസം സ്കൂളിലാണെങ്കിൽ പ്രിൻസിപ്പൽ ടീച്ചേഴ്സിന് നേരെ വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ഇതിന് കാരണം ഹൂനിന്റെ ഫ്രണ്ട് അന്ന് കുഴങ്ങി വീഴാൻ കാരണം ആരും അവൻ കുടിച്ച ഡ്രിങ്ക്സിൽ വിഷം കലർത്തിയത് കൊണ്ടാണ്. ഈ സംഭവം പുറത്തിറങ്ങിയ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. സോ പ്രിൻസിപ്പൽ ഡോക്ടറിന്റെ കൈയും കാലും പിടിച്ച് റിപ്പോർട്ട് മാറ്റി അത് ഫുഡ് പോയ്സൺ ആണെന്ന് വരുത്തി തീർത്തു. എന്നിരുന്നാലും ആരാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിക്കണമെന്ന് പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചറിനോട് ആവശ്യപ്പെടുന്നു. അതുമാത്രമല്ല ഇൻസ്പെക്ഷനായി സ്കൂൾ അതോറിറ്റീസ് ഇന്ന് വരും. അതുകൊണ്ട് എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് പ്രിൻസിപ്പൽ ഓർമ്മിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് ഹീറോയുടെ ക്ലാസ് കാണിക്കുന്നു. അവിടെ ക്ലാസ് ടീച്ചർ മാത്സ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഹീറോയ്ക്ക് ഒരു മെസ്സേജ് വരുന്നു. അതായത് നീ ഒളിഞ്ഞു നോക്കിയത് ഞാൻ കണ്ടായിരുന്നു. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹീറോയിനാണ്. ഇന്നലെ അവളെ ഒളിഞ്ഞു നോക്കുന്നത് അവൾ കണ്ടായിരുന്നെന്നാണ് ഈ മെസ്സേജിൽ പറയുന്നത്. അവനെങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുന്നത് ടീച്ചർ കാണുകയുണ്ടായി. ടീച്ചർ ഉടനെ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി മെസ്സേജ് വായിക്കുന്നു. എന്നാൽ ഹീറോയിന്റെ നമ്പർ സേവ് ചെയ്യാത്തതിനാൽ ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് ടീച്ചറിന് മനസ്സിലാകുന്നില്ല. ടീച്ചർ ഇതാരാണെന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും സ്തംഭിച്ചു പോവുകയാണ്. കാരണം അവൻ ഒരു പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കാറില്ലല്ലോ. അപ്പോൾ ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയണം. എന്നാൽ ഹീറോയിൻ ആണെങ്കിൽ ഇതൊന്നും അറിയാത്ത മട്ടിൽ അനങ്ങാതെ ഇരിക്കുന്നു. അവളുടെ ഇരുത്ത കണ്ടപ്പോൾ ഹൂനിന് കാര്യം മനസ്സിലായി, ഇവളായിരിക്കും ആ പെണ്ണെന്ന്. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ടീച്ചേഴ്സിന്റെ റൂമാണ്. അവിടെ കൊറിയൻ ടീച്ചറിന്റെ ഉടുപ്പിൽ ഒരു ബട്ടൺ ഇളകിയിരിക്കുന്നത് കണ്ട് അഡ്മിൻ ഓഫീസർ ആണെങ്കിൽ ഒരു പെണ്ണിന്റെ പേര് കൊറിയൻ ടീച്ചറിനെ കളിയാക്കുന്നു. കൊറിയൻ ടീച്ചർ ആണെങ്കിൽ അവൻ കളിയാക്കുന്നത് വേറെ നിവർത്തിയില്ലാതെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നതെല്ലാം ഇംഗ്ലീഷ് ടീച്ചറും കേൾക്കുന്നുണ്ട്. അവരും ഇതെല്ലാം കേട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും മൂന്നാമത്തെ പീരീഡ് കഴിഞ്ഞ് നാലാമത്തെ പീരീഡ് ആയിരിക്കുന്നു. ഹീറോയുടെ ക്ലാസ്സിൽ ഫോർത്ത് പീരീഡ് PT പീരീഡ് ആയതുകൊണ്ട് എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് പോകുന്നു. എന്നാൽ ക്ലാസ് ടീച്ചർ നൽകിയ പണിഷ്മെന്റ് കാരണം ഹീറോയും ഹൂനും ഗ്രൗണ്ടിൽ പോകുന്നില്ല. ഹീറോ അടങ്ങിയിരിക്കുന്നത് കണ്ട ഹൂൻ ആണെങ്കിൽ മറ്റേ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹീറോയിൻ ആണെന്ന് പറഞ്ഞ് ഹീറോയെ ചൊറിയാൻ ചെല്ലുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഹീറോ ഹൂനിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവനെ കുത്താൻ പോകുന്ന മാതിരി ഭയപ്പെടുത്തുന്നു. ഇത് ജനൽ വഴി ഒരു പെൺകുട്ടി കാണുകയും അവൾ ഉടൻ തന്നെ ഒരു ഫോട്ടോ എടുക്കുന്നു. ഇത് കഴിഞ്ഞ ഹീറോ നേരെ വാഷ്റൂമിലേക്ക് പോയി. ആ ടൈം ഹൂൻ മാത്രമാണ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആരോ അവന്റെ വായ്ക്ക് പൊത്തി പിടിച്ചിട്ട് ആ കത്തി ഉപയോഗിച്ച് ഹൂനിനെ കുത്തി കൊലപ്പെടുത്തുന്നു. അവന്റെ ബ്ലഡ് അവിടെയെല്ലാം തെറിച്ചു വീഴുന്നുണ്ട്. ഈ സംഭവം നടക്കുന്ന ടൈമിൽ ഹീറോ ആണെങ്കിൽ വാഷ്റൂമിലും ഹീറോയിൻ ഗ്രൗണ്ടിലും. ഈ സീൻ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ക്ലാസ് ടീച്ചറിനെയാണ്. ടീച്ചറിന് വൈഫിന്റെ മെസ്സേജ് വരുന്നു. അതായത് ഇന്ന് മകന്റെ ഓർമ്മ ദിവസമാണ്, അതുകൊണ്ട് ഇന്ന് നേരത്തെ വരണമെന്നാണ് വൈഫ് പറയുന്നത്. ടീച്ചർ ഇത് കഴിഞ്ഞ് വാഷ്റൂമിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് ഹീറോയെ കാണുകയും അവനോട് പറയുന്നു ഇന്ന് ഇൻസ്പെക്ഷന് വരുന്നുണ്ട്, അതുകൊണ്ട് ഉടനെ ക്ലാസ് റൂമിലേക്ക് പോകാനെന്ന് ടീച്ചർ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ഹീറോ ക്ലാസ്സിലേക്ക് പോകുന്നു. ഇതേ സമയം ഹീറോയിൻ ആണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് ബോറടിച്ചിട്ട് അവളും ക്ലാസ്സിലേക്ക് പോകുന്നു. ക്ലാസ്സിലെത്തിയ ഹീറോ ഹൂൻ മരിച്ചിരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി. ആദ്യം അവൻ കരുതിയത് ഹൂൻ പ്രാങ്ക് ആക്കുവാണെന്ന്. എന്നാൽ അവനെ വിളിച്ചിട്ടും അനക്കമില്ലാത്തത് കണ്ടപ്പോൾ അവൻ കൊല്ലപ്പെട്ടിരിക്കുകയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഹൂനിനെ കുത്താൻ ഉപയോഗിച്ച ആ കത്തി താഴെ കിടപ്പുണ്ടായിരുന്നു. ഹീറോ ആ കത്തി എടുത്തപ്പോൾ അവന്റെ കയ്യിലെല്ലാം ബ്ലഡ് പറ്റുന്നുണ്ട്. ആ ടൈം ഹീറോയിൻ ക്ലാസ്സിലേക്ക് വരികയും ഹീറോ കത്തി പിടിച്ച് നിൽക്കുന്നത് കാണുകയുണ്ടായി. അവളെ കണ്ട് ഹീറോ ആവർത്തിച്ച് പറയുന്നു ഞാനല്ല ഹൂനിനെ കൊന്നത്. ഹീറോയിൻ വേഗം ആ ക്ലാസിന്റെ ഡോർ ലോക്ക് ചെയ്തു. ഇതേ സമയം സ്കൂൾ അതോറിറ്റി സ്കൂളിലേക്ക് വരുന്നു. പ്രിൻസിപ്പളും മറ്റ് ടീച്ചേഴ്സും അവരെയും കൂടി ഓരോ ക്ലാസ്സും കാണിക്കാനായി കൊണ്ടുപോകുന്നു. അവിടെ ക്ലാസ് റൂമിലാണെങ്കിൽ ഹീറോയിൻ പറയുന്നു നീയല്ല കൊന്നതെന്ന് എനിക്കറിയാം. ഇത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ഒരു ആശ്വാസമായി. എന്നിട്ട് അവൻ ഉടനെ പോലീസിനെ വിളിക്കാനായി ഫോൺ എടുക്കുമ്പോൾ ഹീറോയിൻ ഫോൺ തട്ടി മാറ്റിയിട്ട് അവനിട്ടൊരടിയും കൊടുത്തു. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് നീ എന്തിനടി എന്നെ അടിച്ചേ? നീയാണ് ഈ കൊല ചെയ്തതെന്ന് എല്ലാവരും കരുതൂ, കാരണം നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നീയാണ് പെടാൻ പോകുന്നതെന്ന് ഹീറോയിൻ പറയുമ്പോൾ ഹീറോ ചോദിക്കുന്നു നമ്മൾ ഇനി എന്ത് ചെയ്യും?
എന്തായാലും 4th പീരീഡിന് മുമ്പായി കൊലയാളി ആരാണെന്ന് കണ്ടെത്തണമെന്ന് ഹീറോയിൻ പറയുന്നു. എന്നിട്ട് ഈ ക്രൈമിനെ കുറിച്ച് ഹീറോയിൻ ഗസ് ചെയ്യുന്നു. അതായത് നീയും ഹൂനും തമ്മിലുള്ള ഫൈറ്റ് അയാൾ കണ്ടിട്ടുണ്ടാവണം, അതുകൊണ്ടാണ് അയാൾ നിന്നെ ഇതിൽപ്പെടുത്തിയത്. ഒരു പക്ഷെ ഇത് ചെയ്തിരിക്കുന്നത് ടീച്ചറോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ ആരെങ്കിലും ആയിരിക്കാം. നീയില്ലാത്ത തക്കം നോക്കി അയാൾ ക്ലാസ് റൂമിൽ കയറി രക്തം തെറിച്ച അയാളുടെ ദേഹത്തും ഡ്രസ്സിലും വീഴാതിരിക്കാൻ ട്രെയിൻ കോട്ടും ധരിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് ഹൂനിന്റെ ബാക്കിൽ കൂടി വന്ന് വായ്ക്ക് പൊത്തി പിടിച്ചിട്ട് നീ അവന് നേരെ കത്തി വീശിയ അതേ പൊസിഷനിൽ വന്ന് നിന്നിട്ട് അയാൾ അവനെ കുത്തിക്കൊന്നു. പക്ഷേ നീ ഈ കത്തിയെ തൊട്ടത് കൊണ്ട് നിന്റെ ഫിംഗർ പ്രിന്റ് ആണ് അതിൽ പതുങ്ങിയിരിക്കുന്നത്. ഹൂനിനെ കുത്തിയപ്പോൾ ഒരുപാട് ബ്ലഡ് തെറിച്ചിട്ടുണ്ടാകണം, എന്നാൽ നിന്റെ ഉടുപ്പിൽ ബ്ലഡ് ഇല്ല. അപ്പോൾ നീയല്ല ഈ ക്രൈം ചെയ്തിരിക്കുന്നതെന്ന് എനിക്കുറപ്പായി. ഹീറോയിന്റെ ഈ ബുദ്ധിയെ ഹീറോ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഹീറോയിൻ വീണ്ടും പറയുന്നു, നീ ഹൂനിന് നേരെ കത്തി വീശിയത് കൊലയാളി കണ്ടിട്ടുണ്ടാകണം, പക്ഷെ അവരാരാണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇവിടെ ഒരുപാട് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടല്ലോ. എന്നാൽ അയാൾ 3ാമത്തെ പീരീഡ് തീരുന്നതിന് മുമ്പ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകാം. അതുപോലെ 4th പീരീഡ് താമസിച്ചാകാം ക്ലാസ്സിൽ കയറിയത്. ഇനി ഒരു പക്ഷെ ഇങ്ങനെയാണ് സാധ്യതയെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ആ റെയിൻ കോട്ടും ഹൂനിന്റെ ലാപ്ടോപ്പും ഫോണും ഒന്നും അവൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകില്ല. കാരണം ടീച്ചേഴ്സ് ഉറപ്പായും ചോദിക്കും നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന്. ഇനി അതല്ല ടീച്ചറാണ് കൊലയാളിയെങ്കിൽ അയാൾ ഇതെല്ലാം ഒരു പക്ഷെ ടീച്ചേഴ്സ് റൂമിൽ കൊണ്ടുപോയി അയാളുടെ ഷെൽഫിൽ വെക്കാനാണ് സാധ്യത. ഇതിനുശേഷം 2 പേരും കൂടി സ്റ്റുഡൻസിന്റെ കോൺടാക്ട് ലിസ്റ്റ് എടുക്കാനായി കമ്പ്യൂട്ടർ ലാബിലേക്ക് പോകുന്നു. എന്നാൽ കമ്പ്യൂട്ടർ ലാബിന്റെ ഡോർ ലോക്ക് ആയിരുന്നു. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഒരു ചെയിൻ ഡോറിന്റെ വിടവിലൂടെ ഇട്ട് ഡോർ അൺലോക്ക് ചെയ്തു. ഇതെല്ലാം കണ്ട് ഹീറോ അവളെ പുകഴ്ത്തുന്നു. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, ഞാൻ ഒരുപാട് ക്രൈം നോവൽസ് വായിക്കാറുള്ളതല്ലേ, അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ്. ഇതിനുശേഷം അവർ കമ്പ്യൂട്ടർ ഓൺ ചെയ്തപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നു. ഹീറോ അപ്പോൾ ഒരു കാര്യം ഓർക്കുന്നു. അതായത് ഹീറോ വാഷ്റൂമിലായിരുന്നപ്പോൾ ക്ലാസ് ടീച്ചറും അവിടേക്ക് വന്നായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ ഒരു ബാഡ്ജ് ഇരിക്കുന്നത് കണ്ടു. ആ ബാഡ്ജിലെ ലെറ്റേഴ്സ് അടിച്ചു നോക്കുമ്പോൾ സംഗതി സക്സസ് ആകുന്നു. അത് തന്നെയാണ് പാസ്വേഡ്. അങ്ങനെ സ്റ്റുഡൻസിന്റെ കോൺടാക്ട് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം അഡ്മിൻ ഓഫീസറിനെ കാണിക്കുന്നു. അവനാണെങ്കിൽ ആരെയോ കോൾ ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ അവന്റെ കൈ നന്നായി വിറയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല അവന് നല്ല ടെൻഷനുമുണ്ട്. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ഹീറോയിൻ എല്ലാ കുട്ടികൾക്കും മെസ്സേജ് അയക്കുന്നു. അതായത് 4th പീരീഡ് ലേറ്റായി വന്ന സ്റ്റുഡൻസിന്റെയോ ടീച്ചേഴ്സിന്റെയോ പേര് പറയാനെന്നും പറഞ്ഞ്. അങ്ങനെ ആരെങ്കിലും ഇതുപോലെ ക്ലാസ്സിൽ ലേറ്റായി വന്നത് അറിയാൻ കഴിഞ്ഞാൽ അവരാണ് ഈ കൊല ചെയ്തതെന്ന് ഉറപ്പിക്കാമെന്ന് ഹീറോയിൻ കരുതുന്നു. ഇതേ സമയം ഗ്രൗണ്ടിൽ ഹീറോയിനെ കാണാത്തതിനെ തുടർന്ന് PT സാർ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു. അപ്പോൾ ഹീറോയിൻ ക്ലാസ്സിൽ പോയെന്ന് ആ പെൺകുട്ടി മറുപടി നൽകിയപ്പോൾ ഹീറോയിനെ വിളിച്ചുകൊണ്ട് വരാനെന്ന് PT സാർ ആവശ്യപ്പെടുന്നു. അത് പ്രകാരം ആ കുട്ടി ക്ലാസ്സിലേക്ക് പോകുന്നു. ഇതേ സമയം ഹീറോയിനും കൂടി ടീച്ചേഴ്സ് റൂമിൽ സെർച്ച് ചെയ്യാനായി പ്ലാൻ ചെയ്യുന്നു. കൊലയാളി ഒരു ടീച്ചർ ആണെങ്കിൽ ഹൂനിന്റെ ലാപ്ടോപ്പും അവിടെ കാണുമല്ലോ. അങ്ങനെ അവർ പോകാനിറങ്ങുമ്പോൾ മറ്റേ ആ പെൺകുട്ടി ക്ലാസ്സിലേക്ക് വരുന്നത് ഹീറോയിൻ കാണുന്നു. ഹീറോയിൻ വേഗം ഹീറോയെ കിസ് ചെയ്യുന്നു. അപ്പോൾ ഇവർ കിസ് ചെയ്ത് നിൽക്കുന്നത് കണ്ട് ആ പെൺകുട്ടി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. ഹൂൻ മരിച്ചു കിടക്കുന്നത് ആ പെൺകുട്ടി കാണാതിരിക്കാനാണ് ഹീറോയിൻ ആ ടൈമിൽ ഹീറോയെ കിസ് ചെയ്തത്. ഇതിനുശേഷം ഇവർ 2 പേരും കൂടി ടീച്ചേഴ്സിന്റെ റൂമിലേക്ക് പോകുന്നു. അതേസമയം രക്തം പൊട്ടേണ്ട ഒരു ലാപ്ടോപ്പ് ആര് നോക്കുന്നതായി കാണിക്കുന്നു. പക്ഷെ അത് ആരാണെന്ന് വ്യക്തമാക്കുന്നില്ല. അതേസമയം ഹീറോയിനും കൂടി ടീച്ചേഴ്സിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അഡ്മിൻ ഓഫീസർ ഇരിക്കുന്നത് കാണുന്നു. അപ്പോൾ ഹീറോ അകത്ത് ചെന്നിട്ട് അഡ്മിൻ ഓഫീസറിനോട് പറയുന്നു, നിങ്ങളെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. ശരി, നീ പോയിക്കോളൂ, ഞാൻ വരാമെന്ന് പറഞ്ഞ് ഹീറോയെ ഓഫീസർ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഓഫീസർ ഷെൽഫും അടച്ചിട്ട് പ്രിൻസിപ്പലിനെ കാണാനായി അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട ഹീറോ വേഗം ടീച്ചേഴ്സ് റൂമിൽ കയറിയിട്ട് ഓരോ ഷെൽഫുകളും പരിശോധിക്കാൻ തുടങ്ങി. ഇതേ സമയം അഡ്മിൻ ഓഫീസർ ഹീറോ പറഞ്ഞ സ്ഥലത്ത് ചെന്ന് പ്രിൻസിപ്പലിനെ നോക്കുമ്പോൾ അവിടെ പ്രിൻസിപ്പലിനെ കാണുന്നില്ല. അപ്പോൾ ഹീറോ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കിയ അഡ്മിൻ ഓഫീസർ വേഗം തിരിച്ച് ടീച്ചേഴ്സ് റൂമിലേക്ക് ഓടുന്നു. ഇവിടെ ഹീറോ ഷെൽഫ് നോക്കി ഒടുവിൽ അഡ്മിൻ ഓഫീസറിന്റെ ഷെൽഫ് നോക്കാൻ വരുമ്പോൾ ആ ഷെൽഫ് ലോക്കാണ്. അവൻ അടുത്തിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ആ ഷെൽഫ് തുറന്നു നോക്കുമ്പോൾ ഹീറോ ഞെട്ടിപ്പോയി. ഇതേ സമയം അഡ്മിൻ ഓഫീസർ ടീച്ചേഴ്സ് റൂമിലേക്ക് വരുമ്പോൾ ഹീറോ അവിടെയില്ല. അവൻ ഷെൽഫ് തുറന്നു നോക്കുമ്പോൾ അവൻ വെച്ച സാധനവും അവിടെ കാണുന്നില്ല. ഹീറോ അതെടുത്തെന്ന് മനസ്സിലാക്കിയ അഡ്മിൻ ഓഫീസർ ആണെങ്കിൽ ഹീറോയെ തിരക്കി പോകുന്നു. അഡ്മിൻ ഓഫീസറിന്റെ ഷെൽഫിലിരുന്നത് ഹൂനിന്റെ ലാപ്ടോപ്പ് ആയിരുന്നു. അത് കൈക്കലാക്കിയ ഹീറോ ആ ലാപ്ടോപ്പ് ഓണാക്കി നോക്കുമ്പോൾ കുറെ ഫയൽസ് ഡിലീറ്റ് ആയിരിക്കുന്നത് കാണുന്നു. അതിനാൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റീസെന്റായി ഡിലീറ്റ് ചെയ്തത് റീട്രൈവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയം ഹീറോയെ തിരക്കി അഡ്മിൻ ഓഫീസർ ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അവനെ തള്ളി മാറ്റിയിട്ട് ഹീറോയിനും കൂടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇവർ ഓടിപ്പോകുന്നത് ഒരു പെൺകുട്ടി കാണുകയുണ്ടായി. ആ പെൺകുട്ടിയാണ് ഹൂനിന് നേരെ ഹീറോ കത്തി വീശിയപ്പോൾ ഫോട്ടോ എടുത്തത്. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി ഹീറോയുടെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ച് ഹീറോ എന്തോ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് അറിയിക്കുന്നു. ഈ മെസ്സേജ് വായിച്ച ഉടനെ ഫ്രണ്ട് ക്ലാസ്സിലെ ടീച്ചറിനോട് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് ഹീറോയെ അന്വേഷിച്ച് പോകുന്നു. അതേസമയം ഇൻസ്പെക്ഷന് വന്ന സ്കൂൾ അതോറിറ്റീസിനെയും പ്രിൻസിപ്പലിനെയും തള്ളിയിട്ടിട്ട് ഹീറോയിനും കൂടി ഓടിപ്പോവുകയാണ്.
അപ്പോൾ ആ കമ്മീഷണർക്ക് ബാഡായി തോന്നാതിരിക്കാൻ പ്രിൻസിപ്പൽ അദ്ദേഹത്തെ ഇവിടെ റണ്ണിംഗ് ക്ലാസ് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു. മറുവശത്ത് ഹീറോയെ തിരക്കിയ ഫ്രണ്ട് ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഹൂൻ മരിച്ചു കിടക്കുന്നത് കണ്ട് അവൻ ഷോക്കായി. അവൻ ഉടനെ അവിടെ നിന്ന് പോകുമ്പോൾ ആര് ഹൂനിനെ വന്ന് നോക്കുന്നു, പക്ഷെ അതാരാണെന്ന് കാണിക്കുന്നില്ല. ഇതേ സമയം ഹീറോയും ഹീറോയിനും കൂടി ഓടി ഓടി റൂഫിലെത്തി. എന്നാൽ ഇവരെ പിന്തുടർന്ന് അഡ്മിൻ ഓഫീസറും അവിടെ എത്തുന്നു. എന്നിട്ട് ഹീറോയുടെ ലാപ്ടോപ്പ് വേണമെന്ന് അവൻ ആവശ്യപ്പെടുമ്പോൾ ഹീറോ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം അതിൽ കൊലയാളിക്കെതിരെയുള്ള എവിഡൻസ് ഉണ്ട്. അപ്പോൾ അഡ്മിൻ ഓഫീസർ പറയുന്നു, ഞാൻ ഹൂനിനെ കൊന്നിട്ടില്ല, സോ എനിക്ക് ഈ ലാപ്ടോപ്പിന്റെ ആവശ്യമുണ്ട്. എന്നാൽ ഹീറോ കൊടുക്കാൻ കൂട്ടാക്കാതെ വരുമ്പോൾ ഓഫീസർ അവനെ അറ്റാക്ക് ചെയ്യാനായി വരുന്നു. ആ ടൈമിൽ പിന്നിൽ കൂടി വന്ന ഹീറോയിന്റെ ഫ്രണ്ട് ഓഫീസറിനെ അടിച്ച് താഴെയിട്ടു. അതോടെ ഓഫീസറിന്റെ ബോധം പോയി. ഈ അവസരത്തിൽ ഹീറോയും ഹീറോയിനും കൂടി ഡ്രൈവ് ചെയ്ത ഫയൽസ് നോക്കുമ്പോൾ അതിൽ അഡ്മിൻ ഓഫീസറിന്റെയും ഇംഗ്ലീഷ് ടീച്ചറും തമ്മിലുള്ള കുറച്ച് ഫോട്ടോസ് കാണുന്നു. ഇതെന്താണ് സംഭവം എന്നറിയാതെ ഇരിക്കുമ്പോൾ അഡ്മിൻ ഓഫീസറിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നു. അവർ അതെടുത്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ടീച്ചറിന്റെ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ ഫുൾ മെസ്സേജസ് വായിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. അതായത് ഇംഗ്ലീഷ് ടീച്ചറിന്റെ മാരേജ് ഫിക്സ് ആയിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം ഇംഗ്ലീഷ് ടീച്ചറും അഡ്മിൻ ഓഫീസറും കൂടി ഒരു ഹോട്ടലിൽ ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ ഈ ഹോട്ടലിലേക്ക് വന്ന ഹൂൻ ഇവരെ കാണുകയുണ്ടായി. അപ്പോൾ തന്നെ ഹൂൻ അവരുടെ ഫോട്ടോ എടുത്ത് അത് വെച്ച് അവരെ വിരട്ടാൻ തുടങ്ങി. ഈ ഹൂനിൽ നിന്ന് രക്ഷപ്പെടാനാണ് അഡ്മിൻ ഓഫീസർ അവനെ കൊന്നത്. അങ്ങനെ കൊലയാളിയെ കണ്ടുപിടിച്ചതിൽ അവർ വളരെയധികം സന്തോഷിക്കുന്നു. മറുവശത്ത് പ്രിൻസിപ്പൽ ആണെങ്കിൽ ഹീറോയിന്റെ ക്ലാസ് ടീച്ചറിനോട് പറയുന്നു, വേഗം പോയി ഹീറോയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. അത് പ്രകാരം ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഹൂൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ടീച്ചർ ഞെട്ടിപ്പോയി. ഹീറോ ആണ് കൊലപ്പെടുത്തിയതെന്നാണ് ടീച്ചറും കരുതുന്നത്. ഇതേ സമയം ഹീറോയിനെയും ഫ്രണ്ടിനെയും റൂഫിലെത്തിയിട്ട് ഹീറോ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ക്ലാസ് ടീച്ചറിനെ കാണുന്നു. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ടീച്ചറിനെ ബോധ്യപ്പെടുത്താൻ ഹീറോ ശ്രമിക്കുമ്പോൾ ടീച്ചർ പറയുന്നു, നീ വിഷമിക്കേണ്ട, ഞാനാണ് ഇവനെ കൊന്നത്. ടീച്ചർ അപ്പോൾ വളരെ ഫീൽ ചെയ്ത് പറയുകയാണ്, അദ്ദേഹത്തിന്റെ മകൻ മരിച്ചതിന് ശേഷം ഹീറോയെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഹീറോയുടെ ഭാവി കളയണ്ട, ടീച്ചർ ഇത് ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്ത് ഹൂനിനെ കുത്തുന്നു. അപ്പോഴുണ്ട് ഹൂനിന്റെ ദേഹത്ത് നിന്ന് ഒരു ബട്ടൺ താഴെ വീഴുകയുണ്ടായി. ഇത് കണ്ട ഹീറോ ടീച്ചറിനോട് ഒന്നും പറയാതെ ആ ബട്ടൺ എടുത്തിട്ട് റൂഫിലേക്ക് വരുന്നു. എന്നിട്ട് അഡ്മിൻ ഓഫീസറിന്റെ കോട്ടിന്റെ ബട്ടണുമായി ഈ ബട്ടൺ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ കോട്ടിൽ നിന്ന് ഒരു ബട്ടണും പോയതായി കാണുന്നില്ല. അപ്പോൾ അഡ്മിൻ ഓഫീസർ അല്ല കൊലയാളി എന്ന് ഇവിടെ വ്യക്തമാകുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ ആണെങ്കിൽ ആ ബട്ടണും എടുത്ത് താഴേക്ക് വരുന്നു. ആ സമയത്ത് ഹീറോയിന് ഒരു കാര്യം ഓർമ്മ വരുന്നു. അതായത് മൂവിയുടെ ആദ്യം ജ്യൂസ് കുടിച്ചപ്പോൾ വിഷമേൽക്കുകയുണ്ടായില്ലേ, അതൊരു പക്ഷേ ഹൂനിനാരോ ആ ജ്യൂസ് കൊടുത്തപ്പോൾ അവന് വേണ്ടാത്തത് കൊണ്ട് ഈ ഫ്രണ്ടിന് കൊടുത്തതായിരിക്കാം. അപ്പോൾ ഈ ഫ്രണ്ട് അത് കുടിച്ചപ്പോൾ അവന് വിഷമേറ്റു. അങ്ങനെ ഹീറോയിൻ ഹൂനിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് ഈ കാര്യം തിരക്കുമ്പോൾ അവൾ ഊഹിച്ചതെല്ലാം കറക്റ്റ് ആയിരുന്നു. അവനന്ന് ജ്യൂസ് നൽകിയത് ഹൂനായിരുന്നു. അപ്പോൾ ഹൂനിനാരാണ് ഈ ജ്യൂസ് നൽകിയതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ലൈബ്രറിയനാണ് ജ്യൂസ് നൽകിയതെന്ന് അവൻ മറുപടി നൽകി. ഹീറോയിൻ അപ്പോൾ കാര്യം വ്യക്തമാകുന്നു, ഹൂനിനെ കൊല്ലാൻ ആഗ്രഹിച്ചത് ലൈബ്രറിയനാണ്. പക്ഷെ അവൾ ആയിരിക്കില്ല ഹൂനിനെ കുത്തിക്കൊന്നത്, അവൾക്ക് വേണ്ടി മറ്റൊരാൾ ആ കൃത്യം ചെയ്തു. ഇങ്ങനെയാകാനാണ് കൂടുതൽ ചാൻസ് എന്ന് ഹീറോയിൻ കരുതുന്നു. ഇതനുസരിച്ച് ഹീറോയിൻ ലൈബ്രറിയന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, ആരാണ് ഹൂനിനെ കൊന്നതെന്ന്. ഇത് കേട്ട് ലൈബ്രറിയൻ പറയുന്നു, എനിക്കറിയില്ല, നീ ഇവിടെ നിന്ന് പോയേ. ആ സമയത്ത് ഹീറോയിന്റെ ഫോണിലേക്ക് ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് വരുന്നു. അതായത് 4th പീരീഡ് താമസിച്ച് വന്നത് ആരാണെന്ന് ഹീറോയിൻ മെസ്സേജ് ഇട്ടില്ലേ, അതനുസരിച്ച് ഒരു പെൺകുട്ടി പറയുന്നു, കൊറിയൻ ടീച്ചറാണ് 4th പീരീഡ് ലേറ്റ് ആയി ക്ലാസ്സിൽ വന്നതെന്ന്. അവൾ അത്ഭുതത്തോടെ അത് വായിക്കുമ്പോൾ പെട്ടെന്ന് കൊറിയൻ ടീച്ചർ അവളുടെ ബാക്കിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് ഹീറോയിനോട് ചോദിക്കുന്നു, നീ എന്താ PT പീരീഡ് ഇവിടെ വന്ന് നിൽക്കുന്നേ, വേഗം ഗ്രൗണ്ടിലേക്ക് പോകൂ. എന്നിട്ട് ലൈബ്രറിയിൽ കഴിച്ചുകൊണ്ടിരുന്ന ആപ്പിൾ എടുത്ത് കൊറിയൻ സാർ കഴിക്കുന്നു. ഹീറോയിൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആ കൊറിയൻ സാറിനെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ കോട്ടിലെ ഒരു ബട്ടൺ കാണാനില്ലെന്ന് ഹീറോയിൻ കാണുന്നു. അപ്പോൾ കൊലയാളി ഈ കൊറിയൻ സാറാണെന്ന് കൺഫേം ആയി. ഹീറോയിൻ ഉടനെ ആ ബട്ടൺസ് എടുത്ത് കൊറിയൻ സാറിനെ കാണിക്കുമ്പോൾ സാർ ആ ടൈമിലാണ് അറിയുന്നത് തന്റെ ബട്ടൺസ് മിസ്സായ കാര്യം. അപ്പോഴുണ്ട് ലൈബ്രറിയൻ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ആ ലൈബ്രറി വിട്ട് പുറത്തേക്ക് പോകുന്നു. ആ ടൈമിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതായത് ഈ ലൈബ്രറിയിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഹൂനിന്റെ അച്ഛനുമായി റിലേഷനിലായിരുന്നു. അപ്പോൾ അന്ന് അവർ എടുത്ത വീഡിയോസ് ഒക്കെ റീസെന്റ് ആയി ഹൂൻ കാണാനിടയായി. ഈ വീഡിയോസിൽ വെച്ച് ഹൂൻ ആണെങ്കിൽ ലൈബ്രറിയനെ പലപ്പോഴും കളിയാക്കും. ഇതേ സമയം കൊറിയൻ സാർ ഹീറോയിനോട് സംസാരിക്കുന്നത് കാണിക്കുന്നു. അതായത് കൊറിയൻ സാർ ഒരുപാട് വർഷങ്ങളായി കല്യാണം കഴിക്കാനായി നോക്കുന്നുണ്ട്, എന്നാൽ ഒന്നും ശരിയാകുന്നില്ല. എന്നാൽ ഇതിനിടയിൽ എപ്പോഴോ ലൈബ്രറിയൻ കൊറിയൻ സാറിന്റെ ലൈഫിലേക്ക് വരുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാകുന്നു. ഇതിനിടയിൽ ഒരു ദിവസം ഹൂനാണെങ്കിൽ ടോർച്ചർ ചെയ്യുന്ന കാര്യം പറഞ്ഞ് ലൈബ്രറിയൻ കരയുകയുണ്ടായി. അപ്പോൾ ഇതിനാലാണ് താൻ ഹൂനിനെ കൊന്നതെന്ന് കൊറിയൻ സാർ പറയുന്നു. ഇതിനു മുമ്പേ ജ്യൂസിൽ വിഷം കലർത്തി അവനെ കൊല്ലാനായി പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ ആ പ്ലാൻ ഫെയിലായി. എന്നാൽ PT പീരീഡിൽ ക്ലാസ് റൂമിൽ മറ്റു കുട്ടികളെ ഇല്ലാത്ത ടൈമിൽ ഹീറോയും ഹൂനും കൂടി ഫൈറ്റ് ചെയ്യുന്നത് കൊറിയൻ സാർ കാണുകയുണ്ടായി.
കാണുകയുണ്ടായി. എന്നിട്ട് ഹീറോ വാഷ്റൂമിൽ പോയ തക്കം നോക്കി ഹൂനിനെ കുത്തിക്കൊലപ്പെടുത്തി. ആ ടൈമിൽ കൊറിയൻ സാർ ധരിച്ചിരുന്ന റെയിൻകോട്ട് ആണെങ്കിൽ ലൈബ്രറിയുടെ കൊടുത്തുവിട്ടു. ഇതെല്ലാം കൊറിയൻ സാർ പറഞ്ഞതിന് ശേഷം ഹീറോയിനെയും കൊല്ലാൻ ആരംഭിക്കുമ്പോൾ ഹീറോ വന്ന് ഉടനെ അവളെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നു. ഹീറോ കറക്റ്റ് ടൈമിൽ അവിടെ എത്താനുള്ള കാരണം ഹീറോയിൻ അവന് മെസ്സേജ് അയച്ചിരുന്നു, അതായത് അവൾ ലൈബ്രറിയിൽ ഉണ്ടെന്നും പറഞ്ഞ്. അവരങ്ങനെ കൊറിയൻ ടീച്ചറിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ നിർഭാഗ്യവശാൽ ഇവരെ പിന്തുടർന്ന് വന്ന കൊറിയൻ ടീച്ചർ ഇവരെ പിടികൂടി. എന്നിട്ട് ഹീറോയെ കത്തിവെച്ച് കൊല്ലാൻ ആരംഭിക്കുന്ന ആ ടൈമിൽ പ്രിൻസിപ്പളും മറ്റു ടീച്ചേഴ്സും ആ സ്ഥലത്തെത്തി ഈ രംഗം കാണുന്നു. ഇതോടെ കൊറിയൻ സാർ ഇവിടെ പിടിവീഴുകയാണ്. അങ്ങനെ ഇതിനു ശേഷം കൊറിയൻ സാറുമായുള്ള ഫൈറ്റിനെ തുടർന്ന് ഹീറോയ്ക്ക് ചെറിയ പരിക്കുണ്ടായി. അതേ തുടർന്ന് ഹീറോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അപ്പോൾ ഹീറോയെ കാണാനായിട്ട് ഹീറോയിൻ വളരെ സുന്ദരിയായി ഒരുങ്ങി വരുന്നു. അങ്ങനെ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്ന ആ ടൈമിൽ നമ്മുടെ മൂവി ഇവിടെ അവസാനിക്കുകയാണ്.